Good morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ ഓഫ് dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് 2x സ്ക്വയർ. ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 5 മൈനസ് 4x മൈനസ് 2x സ്ക്വയർ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുക്കുന്നു. മൈനസ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 5. ആദ്യം നമ്മൾ എല്ലാ ടേമിൽ നിന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ 2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 5. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് 2x സ്ക്വയർ. 2x സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് 2x ഹോൾ സ്ക്വയർ ആണ് 2x സ്ക്വയർ പ്ലസ് ഈ 4x നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു എക്സ്. അപ്പോ നമുക്ക് എന്താണത്? 2 4x എന്നാണ്. പിന്നെ അടുത്ത് എന്താണ്? മൈനസ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ റൂട്ട് 2x ഹോൾ സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇവിടെ എയുടെ സ്ഥാനത്ത് റൂട്ട് 2x, ബിയുടെ സ്ഥാനത്ത് റൂട്ട് 2. അപ്പോ ഇതാണ് എയും ഇത് ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് 2x എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻറ്റു റൂട്ട് 2x ഇൻറ്റു റൂട്ട് 2 പ്ലസ് ഇവിടെ എന്ത് കൊടുക്കണം? റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ ഇവിടെ റൂട്ട് 2x ഹോൾ സ്ക്വയർ എഴുതി. ഇവിടെ 2 ഇൻറ്റു റൂട്ട് 2x ഇൻറ്റു റൂട്ട് 2 എഴുതി. അപ്പോ ഒരു റൂട്ട് 2ന്റെ കുറവുണ്ട്. ഇത് പ്ലസ് സ്ക്വയർ ആകാനായിട്ട് റൂട്ട് 2 ഹോൾ സ്ക്വയർ എഴുതി. റൂട്ട് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ആ പ്ലസ് ആഡ് ചെയ്തപ്പോ നമ്മള് ഇവിടെ മൈനസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ മൈനസ്. അടുത്ത സ്റ്റേജിലേക്ക് നോക്കാം. മൈനസ് റൂട്ട് 2x ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് 2x ഇൻറ്റു റൂട്ട് 2 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇവിടെ മൈനസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. മൈനസ് 5 മൈനസ് 7. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 7. ഫസ്റ്റ് ടൈം നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. ആ 7 നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 7 ഹോൾ സ്ക്വയർ. റൂട്ട് 7 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ റൂട്ട് 2x പ്ലസ് 2 റൂട്ട് 2x എന്ന് എഴുതാം. റൂട്ട് 2x മൈനസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഇങ്ങനെ നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തു. അതായത് റൂട്ട് ഓഫ് 7 സ്ക്വയർ മൈനസ് റൂട്ട് 2x പ്ലസ് ഇവിടെ പ്ലസ് ആണ്, പ്ലസ് റൂട്ട് 2x പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ റൂട്ട് 7ന്റെ ഹോൾ സ്ക്വയർ എത്രയാണ്? 7 ആണ്. കണ്ടു, ഇവിടെ മൈനസ് പുറത്തെടുക്കുമ്പോഴാണ് പ്ലസ് 7 ആയിട്ട് വരുന്നത്. ഇവിടെ മൈനസ് എടുത്തപ്പോൾ ഇവിടെ മൈനസ് ആയി. റൂട്ട് 2x പ്ലസ് റൂട്ട് 2x പ്ലസ് ഇൻറ്റു റൂട്ട് 2 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. അപ്പൊ റൂട്ട് 2x പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റൂട്ട് 2x ഹോൾ സ്ക്വയർ ആദ്യത്തെ ടൈം, 2 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2x രണ്ടാമത്തെ ടൈം, അടുത്ത ടൈം എന്താണ്? റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഈ ഫോമിൽ എത്തി. അപ്പൊ നമുക്ക് ഈ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എഴുതുമ്പോൾ that is integral dx divided by root of root 7 whole square minus root 2x plus root 2 whole square. ഈ ഫോമിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താണ് ആ ഫോർമുല? ആ ഫോർമുലയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. ആ ഫോർമുല എന്താണ്? ആ ഫോർമുല നോക്കാം. Integral dx divided by root of a square minus x square എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഫംഗ്ഷന്റെ ഫോർമുലയാണ് ഇന്റഗ്രേഷന്റെ. ആ ഫോർമുല അനുസരിച്ച് എന്താണ്? sin inverse x by a.
ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന നോക്കിയേ, ഇവിടെ സൈൻ ഇൻവേഴ്സ്, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ് √2x + √2 ആണ്, എയുടെ സ്ഥാനത്ത് എന്താണ് √7 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, √2x + √2 സൈൻ ഇൻവേഴ്സ് x/a, a എന്താണ് √7. അപ്പൊ സൈൻ ഇൻവേഴ്സ് √2x + √2/√7, എയുടെ സ്ഥാനത്ത് നമ്മൾ √7 എഴുതി. തീർന്നില്ല, നമ്മള് ഈ √2x + √2ന്റെ ഡെറിവേറ്റീവ് കൂടി താഴെ ഇടും. ഡെറിവേറ്റീവ് എന്താണ് 1/√2. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണ് 1/√2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് അല്ലെ, 1/sin inverse into √2x plus √2/7 plus അല്ലെ. ഇനി വേണമെങ്കിൽ ഇതിൽ നമുക്ക് ആരെ പുറത്തെടുക്കാം, 1/√2 into sin inverse √2/7 നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുത്താൽ നമുക്ക് എന്താ കിട്ടണേ, x + 1 plus. So final answer will be 1/√2 sin inverse √2/7 into x + 1 plus. 2019 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. 5 - 4x - 2x² നമ്മൾ ഈ ഫോർമുലോട്ട് ആക്കി എടുക്കുമ്പോൾ നമുക്ക് ഏത് ഫോർമുല കൊടുക്കാൻ പറ്റും, ഇന്റഗ്രൽ dx/√(a²-x²). എന്താണ് ഇന്റഗ്രൽ dx/√(a²-x²) സൈൻ ഇൻവേഴ്സ് x/a. അങ്ങനെ സൈൻ ഇൻവേഴ്സ് x/a ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ പല കുട്ടികളും ഈ 1/√2 എഴുതാൻ വിട്ടുപോകും. ഇതിന്റെ ഡെറിവേറ്റീവ് കൂടി താഴെ എഴുതണം, അപ്പോഴാണ് നമ്മുടെ ആൻസർ പൂർണ്ണമായിട്ട് വരുള്ളൂ. ഫൈനൽ ആൻസർ എന്താ കിട്ടുക, 1/√2 sin inverse √2/7 into x + 1 plus c എന്ന് ആൻസർ കിട്ടും. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ, നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും എഴുതിയെടുത്തോളൂ. എഴുതിയെടുക്കുമ്പോൾ ഈ ഒരു ഫോർമുല സ്പെഷ്യൽ ഫംഗ്ഷനിൽ നമ്മൾ പഠിച്ചൊരു ഫോർമുലയാണ്, 9 സ്പെഷ്യൽ ഫംഗ്ഷന്റെ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു ഫോർമുലയാണ് ഇന്റഗ്രൽ dx/√(a²-x²). അത് വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ് സൈൻ ഇൻവേഴ്സ് x/a. അപ്പൊ ആ ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലേക്ക് നമ്മൾ ഈ പ്രോബ്ലത്തെ കൺവെർട്ട് ചെയ്തെടുക്കുക. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടുക. അതായത് ഈ -4x - 2x തന്നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുമ്പോൾ √2x + √2 അപ്പൊ അവിടെ ഒരു കുറവ് വരുന്നതിനെയാണ് √2 ആണ്. അപ്പൊ അത് അവിടെ ആഡ് ചെയ്യുമ്പോൾ അവിടെ സബ്സ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 എന്നുള്ള എന്തായിട്ട് മാറുക, 7 ആയിട്ട് മാറുക. ആ 7 നമ്മൾ എന്തെടുക്കണം, √7 അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എഴുതിയെടുത്തോളൂ അല്ലേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Integrate the function. Integrate the function cos x + a divided by sin x + b with respect to x. എന്ന് ചോദിച്ചതാണ് 2019 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. ഇന്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ cos x + a by sin x + b with respect to x. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ഇത് എങ്ങനെയാ ചെയ്യണം നോക്കാം. I is equal to cos integral of cos x + a by sin x + a. Let I is equal to cos x + a. That I is equal to integral cos x + a by sin x + b dx. ഇനി അടുത്ത സ്റ്റേജ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ ഓഫ് ഇവിടെ cos
ഈ എക്സ് പ്ലസ് എയില് ഒരു എക്സ് പ്ലസ് ബി ചേർക്കും, ബി പ്ലസ് എ, അപ്പൊ ഒരു മൈനസ് ബി കൂടെ ചേർക്കും. അപ്പൊ നമ്മുടെ ന്യൂമറേറ്റർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്റർ ടൈമില് ഒരു ബി ആഡ് ചെയ്തു, ഒരു ബി സബ്സ്ട്രാക്ട് ചെയ്തു. നമുക്ക് ഇത് ഇന്റഗ്രേഷൻ ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് ന്യൂമറേറ്ററിൽ കിടക്കുന്ന കോസ് എക്സ് പ്ലസ് എക്ക് പകരം എന്ത് കൊടുത്തു? നമ്മള് കോസ് എക്സ് പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി. ഒരു ബി ആഡ് ചെയ്തു, ഒരു ബി സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോ എക്സ് പ്ലസ് എ എന്തായിട്ട് മാറി? എക്സ് പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി. ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, കോസ് എ പ്ലസ് ബി. എന്താണ് കോസ് എ പ്ലസ് ബി? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ആ ഫോർമുലയാണ് നമ്മൾ കൊടുക്കുക. ആ ഫോർമുല കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? കോസ് എക്സ് പ്ലസ് ബി കോസ് എ മൈനസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. സൈൻ എ സൈൻ ബി എന്താണ്? സൈൻ എക്സ് പ്ലസ് ബി സൈൻ എ മൈനസ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് ബി. അപ്പോ ന്യൂമറേറ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോർമുല ഏതാണ്? കോസ് എ പ്ലസ് ബി. അങ്ങനെ അപ്ലൈ ചെയ്തു. ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ തന്നെ? കോസ് എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ സൈൻ എക്സ് പ്ലസ് ബി. അപ്പൊ കോസ് എക്സ് പ്ലസ് ബി ബൈ സൈൻ എക്സ് പ്ലസ് ബി എന്താണ്? കോസ് എക്സ് പ്ലസ് ബി ബൈ സൈൻ എക്സ് പ്ലസ് ബി നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് എക്സ് പ്ലസ് ബി ബൈ സൈൻ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി ഡിഎക്സ്. ആദ്യത്തെ ടേമാണ്. രണ്ടാമത്തെ കേസിൽ എന്ത് വരും നോക്കിയേ? സൈൻ എക്സ് പ്ലസ് ബി സൈൻ എക്സ് പ്ലസ് ബി ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടും? സൈൻ എ മൈനസ് ബി ഡിഎക്സ്. നമുക്ക് റിമൈനിങ് പാർട്ട് വർക്ക്ഔട്ട് ചെയ്യാം. റിമൈനിങ് പാർട്ട് ചെയ്യാനായിട്ട് that is equal to ഇവിടെ sin x plus b യുടെ ഇന്റഗ്രൽ ആണ് cos x plus b അല്ലേ? sin x plus b യുടെ ഡെറിവേറ്റീവ് ആണ്. sin x plus b യുടെ ഡെറിവേറ്റീവ് ആണ് എന്ത്? cos x plus b. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണ്? cos a minus b into ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ log of ഡിനോമിനേറ്റർ എഴുതാം. അപ്പൊ ഇവിടെ എന്താ ആൻസർ? log അല്ലേ? log modulus of sin x plus b sin x plus b മൈനസ് രണ്ടാമത്തെ കേസിൽ sin a minus b കോൺസ്റ്റന്റ് ആണ്. അപ്പൊ sin a minus b അല്ലേ? sin a minus b into x പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? cos a minus b into log modulus of sin x plus b മൈനസ് എക്സ് ആദ്യം എഴുതുന്നു, എക്സ് ഇൻറ്റു സൈൻ എ മൈനസ് ബി പ്ലസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. കോസ് എ മൈനസ് ബി ഇൻറ്റു ലോഗ് സൈൻ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ബി, ലോഗ് മോഡുലസ് ഓഫ് സൈൻ എക്സ് പ്ലസ് ബി മൈനസ് എക്സ് ഇൻറ്റു സൈൻ എ മൈനസ് ബി പ്ലസ് സി. 2019 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് എന്ത് മാർക്കാണ് ഉപയോഗിച്ചത്? ഈ കോസ് എക്സ് പ്ലസ് എക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ആ എക്സ് പ്ലസ് എയില് കൂടെ ഒരു ബി ആഡ് ചെയ്തു, ബി സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ എക്സ് പ്ലസ് ബിക്ക് പകരം എ എന്നും എ മൈനസ് ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ബി എന്നും കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ കോസ് എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തു. കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല എന്താണ്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അങ്ങനെ ചെയ്ത് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. ആദ്യത്തെ ടേമില് കോസ് എക്സ് പ്ലസ് ബി ബൈ സൈൻ എക്സ് പ്ലസ് ബി വന്നു. രണ്ടാമത്തെ ടേമിൽ സൈൻ എക്സ് പ്ലസ് ബി കട്ടായി പോയി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചു കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.